ഗഗനയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു 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 പ്രത്യേകതരം വീഡിയോ, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ കിയ സെൽട്ടോസിൻ്റെ ഫോഗ് ലാമ്പാണ്. LED ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് 3 ലെയർ LED ഉള്ളതാണ്. പിന്നെ ഇത് ചീത്തായി പോയതാണ്. ഞാനൊന്ന് ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു, അതിനെ ഞാൻ ശരിയാക്കി എടുത്തതാണ്. ഇത് വെറും മറ്റേ ഇതിൻ്റെ സോക്കറ്റിൻ്റെ ഈ വയറിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു, ഞാനത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ജാക്ക് വരുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാമേ. കണ്ട, ഇതാണ് അതിൻ്റെ ജാക്ക് വരുന്നത്. കാണാമല്ലോ അല്ലേ. പിന്നെ ഇത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഈ സാധനം എന്തിനെന്ന് പറഞ്ഞാൽ ഇത് ബൂസ്റ്ററാണ്. ഇത് 12 വോൾട്ടിനെ 27 വോൾട്ടേജ് ആക്കുന്ന ഒരു ബൂസ്റ്ററാണ്. കാരണം നമുക്ക് 12 വോൾട്ട് കൊടുത്താൽ ആ 27 വോൾട്ടേജ് ആയിട്ട് ബൂസ്റ്റ് ചെയ്തതാണ് LED. കാരണം ഈ LED വർക്ക് ചെയ്യുന്നത് പവർ LEDs ആണ്, COB LEDs ആണ്. ഈ LEDs മൂന്നും വർക്ക് ചെയ്യണത് 27 വോൾട്ടിലാണ്. 27 വോൾട്ടിലാകുമ്പോൾ 12 വോൾട്ട് കൊടുത്താലൊന്നും പോരാ. അപ്പോൾ പക്ഷേ ഇതിലെ കറണ്ട് ഭയങ്കര കുറവാണ്. 1 ആംപിയർ ഇവൻ എടുക്കുകയുള്ളൂ ടോട്ടൽ. അതായത് 12 വോൾട്ടിൽ ഇവൻ 1 ആംപിയറേ എടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ കറണ്ടൊന്നും ഇവൻ എടുക്കില്ല. ആകെ അതിൻ്റെ അർത്ഥം 12 വാട്ടിലാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. ഫുൾ സാധനം, അതായത് ഒരു സാധനം മുഴുവൻ വർക്ക് ചെയ്യുന്നത് 12 വാട്ടിലാണ്. അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്ന് ഈ വയറിൻ്റെ പ്രോബ്ലമാണ്. ഈ ജാക്ക്, ഇവിടുത്തെ ജാക്കിൽ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻ്റ് ഇളകിപ്പോയി. ആ വയർ എങ്ങനെ ഒടിഞ്ഞു പോയതാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരത് ആക്ച്വലി പുതിയത് വാങ്ങിച്ചു. പിന്നെ ഇതിന് നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം ഇതൊരു അലുമിനിയം ഹീറ്റ് സിങ്കാണ്. ഇത് ഇത്ര മാത്രം ചൂടാവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതൊരു 10 മിനിറ്റ് ഓൺ ചെയ്തിട്ട് വാം പോലും ആയില്ല. 1 ആംപിയറിൽ 10 മിനിറ്റ് ചൂടാക്കിയിട്ടും വാം പോലും ആയില്ല. ആവശ്യത്തിന് നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. പിന്നെ ഈ LEDs എല്ലാം കണക്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കാണാം. ഞാൻ കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഈ LEDs തമ്മിൽ കണക്ട് ചെയ്തേക്കണത് ഈ ഒരു വയർ കണ്ട, ഈ ഒരു സ്ട്രിപ്പ് വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് ഈ വൈറ്റ് സ്ട്രിപ്പ് RH എന്ന് എഴുതിയിരിക്കണണ്ട, ഇതൊരു സ്ട്രിപ്പാണ്. ആ LED ആ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഇവനെ കണക്ട് ചെയ്തേക്കണത്. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഇവനെ ഒന്ന് ഇളക്കാൻ പറ്റുമെന്ന് നോക്കാം, ഈ LEDയുടെ മോൾഭാഗം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം LED എന്തിനാണെന്ന്. ഞാൻ ഈ നട്ട് 2 ഊരിയെടുത്തത്. നല്ല ക്വാളിറ്റി ഉള്ള നട്ടാണ്, നല്ല സ്റ്റീലാണ്. കാരണം ഇതെല്ലാം ഫോഗ് ലാമ്പ് മിക്കതും വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതാണ് LED. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു LED സ്ട്രിപ്പാണ്. 9 LED ചേർന്ന ഒരു ഒറ്റ സ്ട്രിപ്പ് മോഡ്യൂളായിട്ടാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നത്, ഈ ടൈപ്പ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ LED സ്ട്രിപ്പിനെ ഒരു ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്തിട്ട് ആ ഹീറ്റ് സിങ്കിനെ എടുത്ത് നമ്മൾ അലുമിനിയം ഇതിനകത്ത് ഇത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇത് ഒറ്റ സ്ട്രിപ്പായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഓരോ LEDയും 3 വോൾട്ടിലാണ് വർക്ക് ചെയ്തത്. ഒരു LED 3 വോൾട്ട്. അങ്ങനെ 3 LED സീരിയലായിട്ട് കണക്ട് ചെയ്യുമ്പം 9 വോൾട്ട്. അതായത് ഒരു LEDയുടെ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത് 9 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ 3 എണ്ണം. കാരണം ഹീറ്റ് സിങ്കിലായിട്ട് കണക്ട് ചെയ്തേക്കണം കാണാമല്ലോ അല്ലേ നിങ്ങൾക്കിത്. പിന്നെ 9 ആകുമ്പോൾ അങ്ങനെ 3 എണ്ണം 27 വോൾട്ട്. ഇതെല്ലാം സീരിയലായിട്ട് തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അത് ഓരോ LEDയും 1 ആംപിയർ വെച്ച് എടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഫുൾ മോഡ്യൂൾ നമ്മൾ 12 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ 1 ആംപിയറേ എടുക്കുന്നുള്ളൂ. കാരണം സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് കാണാം. ഒരെണ്ണം നേരെ ഇവിടെ വന്ന് അങ്ങനെ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഓരോ LEDയും 300 മില്ലി ആംപിയറോ 400 മില്ലി ആംപിയറോ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള കറണ്ട് എന്തിനു വേണ്ടി ചിലവാക്കിയെന്ന് വെച്ചാൽ 12 വോൾട്ടിനെ 27 വോൾട്ടേജ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കറണ്ടെല്ലാം യൂസ് ചെയ്യുന്നത്. അറൗണ്ട് 700 മില്ലി ആംപിയർ എടുത്തേക്കുന്നത് അതിന് വേണ്ടിയാണ്. ഇത് മിക്കവാറും 300 മില്ലി ആംപിയറേ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഇത് മൊത്തം സീരിയലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ നിന്നൊരു പവർ വരുന്നുണ്ട്. ഈ പവർ നേരെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ പവർ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ എടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ എടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഔട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു കണക്ഷനാണ്. അപ്പം ഈ ഒരു യൂണിറ്റ് 9 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇത് 9, ഇത് 9, ഇത് 9, അങ്ങനെ മൊത്തം 27 വോൾട്ടിലാണ് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ലെൻസ് കാണിച്ചു തരാമേ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ലെൻസ്. 3 എണ്ണം 3 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. കാരണം അതിൻ്റെ മോൾഡ് തന്നെ, ഈ ലെൻസിൻ്റെ മോൾഡല്ല, മറ്റേ യൂണിറ്റിൻ്റെ മോൾഡ് തന്നെ 3 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഇത് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത് എന്താ വെച്ചാൽ, ഈ ലൈറ്റിനെ മൊത്തം കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത് ഒരു ലൈനായിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അതും ഓപ്പോസിറ്റ് ആംഗിളിലുള്ള ലൈൻ. അതായത് ഇത് LED ഹൊറിസോണ്ടലായിട്ടാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് ലൈൻ കിട്ടുന്നത് വെർട്ടിക്കലായിട്ടാണ്. ഞാനിത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ചെവരിൽ ഞാനിത് ഓൺ ചെയ്ത് കാണിച്ചു തരാം.
നമ്മളിത് കത്തിച്ച് നോക്കാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റിൻ്റെ 30 ആംപിയറിൻ്റെ ബാറ്ററി പാക്കിലാണ്. ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. കാരണം 1 ആംപിയറല്ലേ എടുക്കുകയുള്ളൂ. അപ്പം 3.7 വോൾട്ടിൻ്റെ 3 ബാറ്ററി സീരിയലായിട്ട് കണക്ട് ചെയ്താൽ മതിയാവും. പക്ഷേ അങ്ങനെ ഒരു സെറ്റപ്പ് എൻ്റെ തൽക്കാലം എടുക്കാനില്ല. ഞാൻ ഇത് പെട്ടെന്നാണ് ഇത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. ഈ സാധനം ബൂസ്റ്ററാണ്, വലുതായിട്ട് ചൂടൊന്നും ആവില്ല. ഒരുപാട് നേരം വെച്ചിരുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 10-15 മിനിറ്റ് വരെ ഓൺ ചെയ്തിട്ട് ചൂടൊന്നും ആയിട്ടില്ല. കാരണം ഇത് 12 വോൾട്ടിൻ്റെ ബൂസ്റ്റ് ചെയ്ത് 27 വോൾട്ട് ആക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഒരു ബെഞ്ച് പവർ സപ്ലൈ കൊടുക്കാമെന്നാണ്. പിന്നെയാണ് മനസ്സിലായി നമുക്കിത് തറയിൽ വെച്ചാലേ, ഇത് കഴിഞ്ഞതിന് ശേഷം ലെൻസൊക്കെ വെച്ചിട്ട് നമ്മളിത് തറയിൽ വെച്ച് ഓൺ ചെയ്ത് നോക്കും. അപ്പോഴേ നമുക്ക് മുകളിൽ ഒരു ലൈൻ കിട്ടുന്നത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ബാറ്ററി പാക്ക് ആക്കിയത്. ഇല്ലെങ്കിൽ എനിക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ബെഞ്ച് പവർ സപ്ലൈ വയർ നീളത്തിന് വരിക്കണം. അപ്പം ഇതിന് വൈറ്റാണ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ലൈറ്റ്. കാരണം എൻ്റെ സ്റ്റുഡിയോയുടെ ഇതിന് എത്രമാത്രം ബ്രൈറ്റ് ഉണ്ടെന്ന് കൂടെ പറഞ്ഞുതരാം. എൻ്റെ സ്റ്റുഡിയോയുടെ ലൈറ്റ് എന്ന് വെച്ചാൽ 4 ഫ്ലഡ് ലൈറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ 4 ഫ്ലഡ് ലൈറ്റിൻ്റെ അകത്താണ് ഇത് ഇത്രയും വെളിച്ചം അത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുക എത്രമാത്രം വെളിച്ചമായിരിക്കുന്നു. ഇനി അതിനെ ലെൻസ് വഴി കൺവെർജിങ് കൂടെ ചെയ്താലോ, അത് അതിനേക്കാൾ ബ്രൈറ്റ്നസ് ആവും. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക്. ഞാൻ ലെൻസ് ഫിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ലെൻസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ട ഒരു LEDസിൻ്റെ ഒരു ലൈൻ കാണാൻ പറ്റുന്നത് കണ്ട, ഒരു 3 ലൈൻ LEDസിനാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറയുമ്പോൾ, ഇപ്പോൾ LED കാണുന്നത് എങ്ങനെയാണ്, ഹൊറിസോണ്ടലായിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് വരണ വെർട്ടിക്കലായിട്ടാണ്. ഇതിൻ്റെ ലെൻസിൻ്റെ എൻ്റെ ഹൈറ്റിൻ്റെ ഒരു ആംഗിളിലൊക്കെ വെച്ച് ഇവർ ഫിക്സ് ചെയ്തേക്കുന്നത് ഈ 3 LEDസിൻ്റെ കൂടെ ലൈറ്റ് ഒരു ലൈനായിട്ട് വരത്തക്ക വിധത്തിൽ, അതും വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ. ഞാനത് കത്തിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സാധനം ഹൊറിസോണ്ടലായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ലൈറ്റ് വരുന്നത് വെർട്ടിക്കലായിട്ടാണ്. ഇത് കത്തിക്കുമ്പം നിങ്ങൾക്ക് കണ്ടാണ് ഭയങ്കര ബ്രൈറ്റ്. നേരത്തെ നമ്മൾ ഈ ലെൻസ് ഇല്ലാതെ കണ്ടപ്പോൾ ഉള്ള ബ്രൈറ്റ്നസ് ഒന്നും ഈ ലെൻസ് വെച്ച് കത്തിച്ചപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എല്ലാം പുറത്തോട്ട് പോയ ലൈറ്റിനെ മുഴുവൻ കൺവേർട്ട് ചെയ്ത് ഒരു ലൈനായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ആ ലൈനിൽ ഞാൻ ലെൻസ് കൊണ്ട് വെച്ചാൽ, എൻ്റെ ക്യാമറ ലെൻസ് കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. ഞാനിത് തറയിലാണ് വെച്ചേക്കുന്നത്. തറയിൽ വെച്ചാലേ കറക്റ്റ് നിങ്ങൾക്ക് ആ വര കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണ് LED വെച്ചേക്കുന്നത്. ഇതാ ഇങ്ങനെ. എന്നിട്ട് പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കോ. കണ്ട, ചെവരിലോട്ട് കാണിക്കുകയാണേ. കണ്ട, അതാ ഇത് കണ്ട വര. LED ഇരിക്കുന്നത് ഇങ്ങനെയാണ് LED ഇരിക്കുന്നത്. പക്ഷെ കത്തുന്നത്, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വര കിടക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. കണ്ട, ഇത്രയും ലെങ്തിലാണ് അടിക്കണത്. ഇതിൻ്റെ സീലിംഗ് ആണേ, ഇത്രയും ആംഗിളിൽ അത് അടിക്കുന്നുണ്ട്. ഇത് വര എൻ്റെ ഇത്തിരി കൂടെ വൈഡറിൽ കാണിച്ചു തരാം. കണ്ട, ഈ ഒരു LED ആണ്, ഈ ചെറിയ LED നിന്നാണ് ഈ ഒരു ലൈൻ. ഇത് ഫോഗ് ലാമ്പാണ്. കണ്ട, ഇവിടെ മുതൽ ഇത് വരുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഈ ലെൻസാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലെൻസ് കൊണ്ടില്ലേ, ആ സാധനമാണ് ഇത് മുഴുവൻ കറക്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊക്കെ നന്നാക്കാൻ പറ്റുന്ന സാധനമാണ്. LED ഈ ടൈപ്പ് LED കിട്ടൂല. നമുക്ക് സാധാരണ ഉള്ള LED ഒക്കെ വെക്കാം. അല്ല, ഹൈ ബ്രൈറ്റ് LED ഇല്ലേ, കാരണം ഈ ലെൻസ് ഈ ഒരു ബ്രൈറ്റ് ഉണ്ടാക്കിയെടുക്കും. ഈ LED ഒക്കെ അടിച്ചു പോയാൽ നമുക്ക് 3 വോൾട്ട് 500 mAh അല്ലെങ്കിൽ 300 mAh ഒക്കെ LED കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സിമിലർ ഐറ്റം വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ലെൻസിൻ്റെ ആ ഒരു ഷെയ്ഡാണ് 1, 2, 3, 4 ലൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേകതരം ലൈറ്റിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാ 1, 2, 3, 4 ഇങ്ങനത്തെ ഒരു 3-4 ലൈൻ അതിനകത്ത് വരുന്നുണ്ട് കറക്റ്റായിട്ട്. അതിവിടെ മുതലേ വരുന്നുണ്ട്. അത് കണ്ടാ, ഒരു 15-20 മിനിറ്റ് കത്തിച്ചപ്പം ജസ്റ്റ് ഒന്ന് വാമായതേ ഉള്ളൂ, അല്ലാതെ ചൂടൊന്നും ആയില്ല. കണ്ട, നമ്മൾ കൈ തൊട്ട് നോക്കിയാൽ ചെറിയൊരു വാമ, തണുപ്പങ്ങ് മാറി, അത്രേ ഉള്ളൂ. 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കത്തിച്ചാൽ ചിലപ്പോൾ അല്പം കൂടെ ചൂടാവുമായിരിക്കും. കാരണം നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട്, നല്ലൊരു ഹീറ്റ്സും കൊടുത്തേക്കുന്നവർ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലത്തെ ഫോഗ് ലാമ്പ് 4 LED ടൈപ്പ് അവൈലബിൾ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.